വയസ്സുള്ള കൊച്ച് എട്ടും പൊട്ടും അറിയത്തില്ലാത്ത കൊച്ചെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചെന്നാന്നത് മനസ്സിലാക്കേണ്ടതോ? ഒരു തരത്തിലും അവരോട് അടുക്കരുതെന്നല്ലേ പറഞ്ഞത്, കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചതോ? അതുകൊണ്ടാണ് എന്നെ ബന്ധപ്പെടാതിരിക്കാനും ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടും വീട് പൂട്ടിയത്. അതായത് അവരുദ്ദേശിച്ചത് ഇതേ ഉള്ളൂ, എന്നെ ഇവിടുന്ന് ഒഴിവാക്കി കിട്ടണം. അത് നടക്കാൻ ഞാനാണ് ഇപ്പോൾ സെബാസ്റ്റിനെ കൂട്ടുപിടിച്ചത്. വീണ. അങ്ങനെയാണ് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞതും പറമ്പ് വന്ന് തെളിച്ചതും. വീണയാണ് അതിനെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുത്തത്. ചാനലിൽ തന്നെ വീണ തന്നെ പറയുന്നുണ്ട്. കടക്കരപ്പള്ളിയിൽ ബിന്ദുവിനെ അറിയാമായിരുന്നെന്നും സെബാസ്റ്റിൻ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നെന്നും ആ കാര്യങ്ങളൊക്കെ വീണ തന്നെ പറഞ്ഞ് ഞാൻ ചാനലിൽ കൂടെ അറിഞ്ഞു. അന്നേരമാണ് ആ ചാനൽ കണ്ടപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അതിന് ആരോട് പറയണം, എന്നാ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സെബാസ്റ്റിനെ JCB ആയിട്ട് വന്നേ അന്ന് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. ചേച്ചി അങ്ങോട്ട് പോയായിരുന്നു? ഞാൻ എൻ്റെ വീട്ടിൽ പോയി എരുമയല്ലോ. എന്താ അങ്ങോട്ട് പോകാൻ കാരണം? അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ കാണുമായിരിക്കുമല്ലോ. പോയാലോ 1-2-3 ദിവസം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ, ഇത്ര ദൂരമില്ലേ. പിന്നെ എന്തിനാ സെബാസ്റ്റിനോട് JCB ആയിട്ട് വന്നത്? അതാന്ന് വീണ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതായിരിക്കും. ചേച്ചി പറമ്പ് കളിക്കാൻ പോലും പറഞ്ഞായിരുന്നു? കടമുണ്ടെന്ന് പറഞ്ഞു കാണുമായിരിക്കും. സ്ഥലം കൊടുത്താൽ കൊള്ളാം. ഒരാളുടെ, അതായത് പരിചയമില്ലാത്ത ഒരാളുടെ വന്ന് പറമ്പ് വന്ന് തെളിച്ച് JCB കൊണ്ട് കിളച്ച് സ്ഥലം വൃത്തിയാക്കാന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അതൊന്നും മനസ്സിലാകുന്നത്? അതിൻ്റെ അകത്ത് എന്നതേലും അവർക്ക് കൂടി ഉദ്ദേശം കാണുമായിരിക്കും. ആർക്കാ? സെബാസ്റ്റിനും വീണയ്ക്ക്. സെബാസ്റ്റിനെ പറഞ്ഞു വിട്ട വീണയില്ലേ, വീണയ്ക്ക് പിന്നെ എൻ്റെ അകത്ത് കൂടി ഉദ്ദേശം ഉണ്ടായിരിക്കും. ഉദ്ദേശം ഇതേ ഉള്ളൂ, എന്നെ ഇവിടെ നിന്നൊന്നും ഇല്ലാതെ ഓടിച്ചു വിടണം. ഇവിടെയുള്ള JCB-കാരനെ വന്നെന്നറിയാമോ? അതും എനിക്കറിയത്തില്ല, ഞാനിവിടെ ഇല്ലായിരുന്നപ്പോഴല്ലേ വന്നേ. ഇതിന്റെ ക്യാഷ് ചേച്ചി കൊടുത്തോ? ഇല്ല. കടം ചോദിച്ചോ? ഇല്ല. അതായത് ഈ JCB കളിച്ചതിന്റെ പറമ്പ് കളിച്ചതിന്റെ പൈസ എങ്ങാനും സെബാസ്റ്റിൻ ചോദിച്ചോ ചേച്ചിയോട്? ഇല്ല. ചേച്ചി വേണോന്ന് ചോദിച്ചോ? ഇല്ല. ചേച്ചി ആവശ്യപ്പെട്ടായിരുന്നു പറമ്പ് കളിച്ചു? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തത്. പറമ്പ് വൃത്തിയാക്കി തരാമെന്ന് ചോദിച്ചായിരുന്നോ? ഇല്ല. ഇതൊക്കെ പുള്ളി സ്വന്തം തീരുമാനം ചെയ്തൊക്കെ സ്വന്തം പൈസ കൊടുത്താൽ പോരാ, ഞാൻ കൊടുക്കണം? ഞാൻ കൊടുത്തില്ല. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഈ പറമ്പ് തെളിഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് ആരാ തോന്നിയോ? അന്നേരം ഇവിടങ്ങളിലുള്ളവരൊക്കെ പറഞ്ഞ സെബാസ്റ്റിനാന്ന്. അല്ലാതെ ചേച്ചി അറിഞ്ഞില്ല? ഇല്ല. പറമ്പ് തെളിക്കാനായിട്ട് അല്ലെങ്കിൽ പറമ്പ് കളിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റിൻ ചേച്ചിനെ വിളിച്ചായിരുന്നോ? ഇല്ല. വിളിച്ചില്ല. ചേച്ചി ചോദിച്ചോ എന്തുകൊണ്ട് എന്നോട്? അത് കഴിഞ്ഞ് ഞാൻ വിളിച്ച് ചോദിച്ചു, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പറമ്പിൽ വണ്ടി കയറ്റിയതും തെളിച്ച് എന്തിനാന്ന് ചോദിച്ചു. അന്നേരം 2 കച്ചവടക്കാർ വരുമെന്ന് പറഞ്ഞു. എന്ത് കച്ചവടക്കാരെ? സ്ഥലം മേടിക്കാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നോ സെബാസ്റ്റിനോട്? പറഞ്ഞു കാണുമല്ലോ. സ്ഥലം ബാങ്കിൽ കടമെടുത്തല്ലേ ഞാൻ സ്ഥലം മേടിച്ചത്. ബാങ്ക് കടമെടുത്ത് അമ്മ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കാണുമായിരിക്കും. എത്ര രൂപ കടമെടുത്തു? കടം 12 ലക്ഷം എടുത്തു. അതിപ്പോൾ 20 അവിടെ കിടപ്പുണ്ടോ? പലിശയോടുകൂടി? പലിശ അടയ്ക്കുന്നുണ്ടോ? കുറച്ചൊക്കെ അടച്ചായിരുന്നു, ഇപ്പോൾ അടയ്ക്കാൻ ഒരു മാർഗ്ഗമില്ല. അതിപ്പോൾ കേരള ബാങ്കിൻ്റെ അത് തീർത്തെടുക്കണമായിരുന്നത്. കാരണം രണ്ടും കൂടെ നടക്കല്ലോ. പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ പോകുന്നോ, മരുന്ന് മേടിക്കാൻ പോകുന്നോ, കടം വീട്ടാൻ പോകുന്നോ, എന്നതായാലും കേരള ബാങ്കിൻ്റെ ഒഴിവാക്കിയെടുത്തു. ബാങ്ക് ഡിപ്പോസിറ്റ് വല്ലതും ഉണ്ടോ? എന്നായിരുന്നു ജീവിച്ചിട്ട് വേണം ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ. പെൻഷൻ്റെ അതാ പറഞ്ഞത്, പെൻഷൻ്റേത് കേരള ബാങ്കിൻ്റേത് എല്ലാ മാസവും ഉയർന്നത്. അവർ ഫണ്ടൊക്കെ കിട്ടും. അതെല്ലാം കൊണ്ട് ചേർത്തല്ലേ ഞാൻ ആ സ്ഥലം മേടിച്ചത്. അതിൻ്റെ അകത്ത് അതും പോരാഴിക വന്നതല്ലേ ബാങ്കിൽ നിന്ന് കടമെടുത്തത്. കടമെടുത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന കാരണമാണോ ഈ കോഴിഷട്ടൊക്കെ പണിത്? അതെ, വരും. സാമ്പത്തിക വരുമാനം വേണം. മെച്ചമായിരുന്നു അത്? കഷ്ടപ്പാടാണ്, അതുകൊണ്ടുള്ള മെച്ചമൊന്നും കിട്ടാനില്ല. എത്ര നാൾ ഇത് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി? ഒരു 3-4 വർഷം നടത്തി കാണും. മെച്ചമായിരുന്നോ? ലാഭത്തിലേക്ക് ഇല്ല. ഇല്ല, നഷ്ടമായിരുന്നു. തീറ്റയൊക്കെ മേടിച്ചു കൊടുത്ത് തന്നെയായിരുന്നോ? തന്നെയായിരുന്നു. എത്ര കോഴീനെ വളർത്തു? അന്ന് പലപ്പോഴായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വളർത്തിയുള്ളൂ. 10-400 കോഴിയെങ്കിലും കാണും. പലപ്പോഴായിട്ടല്ല, അത് ഒന്നിച്ചൊന്നുമല്ല. എനിക്ക് തീറ്റ കൊടുത്ത് വളർത്താവുന്ന അത്രയേ ഞാൻ വളർത്തിയുള്ളൂ. തന്നെയാണോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ? തീരെ വയ്യാത്തപ്പം ചേച്ചിയെ വിളിക്കുമായിരുന്നു. തീരെ വയ്യാതാകുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ കാല് കഥ കടച്ച വഴി ഇവിടെ കുറേ പൊട്ടിപ്പോയി. കുതിഞ്ഞരമ്പ് തന്നെ അവിടെ കുറേ പൊട്ടിയിട്ട് അങ്ങ് പഴുത്തിട്ട് ഒട്ടും നടക്കത്തില്ലാത്ത ഇതായിപ്പോയി. അപ്പോൾ 1ാമത് ഷുഗറുള്ളതാണ്. കുതിഞ്ഞരമ്പിൻ്റെ അവിടെ ഒക്കെ പഴുത്ത് കഴിഞ്ഞാൽ കരിയാതെ വരും. പിന്നെ ഒരു 15 വർഷമായിട്ടുണ്ട്. അപ്പോൾ അവിടെ പൊട്ടിക്കഴിഞ്ഞിട്ട് ആ കുതിഞ്ഞരമ്പായതുകൊണ്ടേ കരിയാനും താമസിക്കും. അത് തന്നെയുമല്ല, അങ്ങനെ കരിഞ്ഞാൽ പിന്നെ ചട്ട് വരും. അത് കാരണം എനിക്ക് പേടിയായിപ്പോയി. അത് എത്രയും പെട്ടെന്ന് കരിക്കണം. അത് തന്നെ. സെബാസ്റ്റിൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? അതെന്തിനാ ഞാൻ കാണുന്നേ?
കുര്യാക്കോസിൻ്റെ ഭർത്താവല്ലേ, ഞങ്ങളവിടെ പോകുമായിരുന്നു. സെബാസ്റ്റ്യൻ വീട്ടിൽ പോയിട്ടുണ്ടോ? എന്തിനാ ഞാൻ പോകുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോകുമല്ല. ബിന്ദുവിനെ അറിയോ? അത് ഇത് തന്നെ പിന്നെയും ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല. അറിയാവോ? ആയിഷ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ ആയിഷയെ അറിയത്തില്ലേ? ഇതെന്തിനാ ഇങ്ങനെ പിന്നെ ചോദിക്കുന്നത്? എന്താ പറ്റിയേ? അതും എനിക്കറിയത്തില്ലത്. എന്താ പറ്റിയത്? അപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ കാണാതെ വന്ന ആളിൻ്റെ ഫോൺ ഉണ്ടാകുകൊണ്ടല്ലേ പോലീസിൽ അറിയിച്ചത്. അവരുടെ വീട്ടിലും അറിയിച്ചല്ലോ. ഫോൺ വരുന്നുണ്ട്, ആളെന്ത് ചെയ്യുന്ന അറിയത്തില്ല എന്ന് അവരുടെ വീട്ടിലും അറിയിച്ചു, പോലീസിനോടും പറഞ്ഞു. അതിൽ കൂടുതലൊക്കെ ഞാൻ എന്നാ പറയാനാ? അതും എനിക്കറിയത്തില്ല. ഇത് റോഡിന് ഇതുമായിട്ട് എന്തേലും ദൂരമുണ്ട്, അതിലൂടെ ആരെങ്കിലും പോയാൽ ഞാൻ കാണുമോ? ഞാൻ എന്തിനാ വീട്ടിൽ നിന്ന് ആവശ്യമില്ല പുറത്തോട്ട് പോകുന്നേ? ഈ സെബാസ്റ്റ്യൻ്റെ ഇടപെടൽ അത്ര പന്തിയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല, തോന്നിയിട്ടുമില്ല. അങ്ങനെയുള്ള ഇടപെടൽ ഞങ്ങളിലില്ല. പിന്നെ ആകെ വന്നത് അവിടെ തെളിച്ചു, സ്ഥലത്തിൻ്റെ കാര്യത്തിനൊക്കെ വന്നു. അത് കൂടുതലും ഫോണിൽ കൂടെ പറഞ്ഞിട്ടല്ല, അല്ലാതെ ഇങ്ങോട്ടൊന്നും. അതാ പറഞ്ഞത്, അത് ഫോണിൽ കൂടെയല്ലേ ചോദിച്ചത്. അത് ദൈവം എന്നൊരു ശക്തി നമ്മുടെ ഇടയിലില്ലേ? അല്ലെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ തോന്നുമായിരുന്നു. വർത്താനം പറയുന്ന കൂട്ടത്തിൽ ഇതൂടെ പറയുന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ച് ആ സങ്കടത്തിലിരിക്കുന്ന പിള്ളേർ, എൻ്റെ ഭർത്താവ് അതായത് മക്കളുടെ അപ്പൻ കുര്യാക്കോസ്, അവരുടെ അമ്മ 3 വർഷത്തിന് മുമ്പാണ് മരിച്ചത്. ആ ദുഃഖം മാറുന്നതിന് മുമ്പേ അപ്പം മരിച്ചു 15 ദിവസം കഴിയുന്നതിന് മുമ്പേ ഇവരാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ബീനയും അവിടുത്തെ അവരും വളർത്തിയവരും പ്രമാണിച്ച് അവർ കൂടുതലാണ് കൊച്ചിനെ പറഞ്ഞിളക്കി. അതായത് ഞാൻ മകനെ പീഡിപ്പിച്ചുവെന്ന് കൊച്ചിനോട് പറഞ്ഞു. കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചു. കൊച്ചാകെ പേടിച്ചു പോയി. അവർ പിന്നെ എന്നോട് ഒരു തരത്തിലും ബന്ധപ്പെട്ടില്ല. അങ്ങനെ അവരെന്നെ കയറ്റാതെ വീട് പൂട്ടിയതും പിന്നെ കേസായതുമൊക്കെ. ജോണി. അത് ഞാൻ അറിയുന്നത് ഈ ചാനലിൽ വീണ തന്നെ പറയുമ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. അതുവരെ എനിക്ക് എൻ്റെ ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു. എന്നതാണെന്ന് അറിയത്തില്ല. അന്നോട്ട് സങ്കടം ഉണ്ടായിരുന്നു. പിള്ളേർ ഇത്ര എന്നോട് എതിർത്ത് നിൽക്കാൻ കാര്യം എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് സത്യമെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അതെ ചതിയാണ്. അത് അവിടെ നിന്ന് വന്ന ചതിയാണ്. അന്നേരമാണ് അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമസ്കാരം, പേരെങ്ങനെയാ? നമ്മുടെ ഈ കാണുന്ന വീടല്ലേ? ഈ വീട് സ്ഥലം ആരോട് മേടിച്ചതാ? വീട് നിങ്ങൾ പണിത്? നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പണിത വീടായത്? ആ, റോസ്മ ചേച്ചിയോട്. എത്ര നാൾ മുമ്പാണ് റോസ്മ ചേച്ചിയോട് ഈ സ്ഥലം മേടിച്ചത്? 2015. അപ്പോൾ ഇത് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? ഇത് 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. സെൻറ്റിന് എത്ര രൂപ വെച്ചായി? എന്നാൽ ഏകദേശം ഒരു വില? നേരത്തെ മേടിച്ചത് 2015 മേടിച്ചതാണ്. വീടെന്നാ വെച്ചത്? വീട് ഞങ്ങൾ 2019 അവർക്ക് എന്തിനാ ഈ സ്ഥലം വിറ്റേന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഈ റോസമ്മ വല്ലതും പറഞ്ഞായിരുന്നു ഈ സ്ഥലം എന്തിനാ വിൽക്കുന്നതെന്ന്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് കിട്ടിയത് മേടിച്ചു. അതല്ലേ? അവർ തൊട്ടടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥലം വിൽക്കാൻ അവർക്ക് കടവോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അവരെ അറിയത്തില്ലായിരുന്നു. പിന്നെ വേറെ ആരോ പറഞ്ഞു അങ്ങനെ മേടിച്ചെന്ന്. വേറെ മധ്യസ്ഥം വല്ലതും ഉണ്ടായിരുന്നോ? ഈ സ്ഥലം കച്ചവടമാക്കാനായിട്ട് വേറെ ആരെങ്കിലും ഇടനിലക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉള്ളതായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ സെബാസ്റ്റ്യനെ വല്ലതും അറിയുമോ? സെബാസ്റ്റ്യൻ വല്ലതും ഈ വഴി വല്ലതും പോകുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? വണ്ടിയായിട്ട് വല്ലതും നന്നായിട്ട് ഇവിടെ തൊട്ടടുത്ത് JCB കൊണ്ട് ഇവിടെ പണിതു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഹാ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നതല്ലേ? അതായത് JCB കൊണ്ട് പണിത് കഴിഞ്ഞിട്ടാണോ? ഈ സെബാസ്റ്റ്യന് JCB കൊണ്ട് പണിത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല. നിങ്ങൾ ഈ പെരപണി തുടങ്ങുന്നതിന് മുമ്പാണ് JCB കൊണ്ട് പണിതു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ ചാനലിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ കേട്ടായിരുന്നോ? എന്നാന്ന് അറിയത്തില്ല. ഈ റോസമ്മ ചേച്ചിയുടെ വീടാണല്ലോ തൊട്ട് അടുത്ത് കാണുന്നത്. ഇപ്പം ചാനലിൽ കൂടെയൊക്കെ ആണെങ്കിലും റോസമ്മ ചേച്ചീനെ കുറിച്ച് ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ വഴിയല്ലാതെ റോസമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് വേറെ ആർക്കും പോകത്തും വരത്തൊന്നുമില്ല. അപ്പോൾ ഈ റോസമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വല്ല കാറാവല്ലോ ഈ വഴി, പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ വീട്. അപ്പോൾ എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ റോസമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് നോട്ടം കിട്ടുന്നത് ഈ വീട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല്ലൊരു ഈ സെബാസ്റ്റ്യനെ പോലെയുള്ള ആരെങ്കിലും, അല്ല പ്രത്യേകിച്ച് സെബാസ്റ്റ്യന് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞിരിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയാനായിട്ട് വരുമോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയരെ, അതായത് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ തിരക്കി,
ഇപ്പോൾ തിരക്കിയപ്പോൾ എന്താണെങ്കിലും ഈ റോസമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, ഇവിടെ കാറ് കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് ഇവർ കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.